ഹേ മൈ ബ്യൂട്ടിഫുൾ, വെൽക്കം ബാക്ക് ടു മൈ പഫ്സ് ചാനൽ. ആരാണ് നിങ്ങൾ ഈ സമയം ചിന്തിക്കുന്നത്? ആരുടെ മനസ്സിലാണ് നിങ്ങളുള്ളത്? ആരാണ് നിങ്ങൾ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സംസാരം ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നത്, ഓർ എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. കളക്റ്റീവ് റീഡിംഗ് ആണ്. Who's thinking about you right now and why they are thinking about you? So they probably നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേഷൻഷിപ്പിൽ നിന്ന്, അതായത് പാസ്റ്റ് എന്നുള്ള ആളുകളായിരിക്കും. ഓക്കെ, നിങ്ങൾ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫീമെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിളിലുള്ള ആളുകൾ തന്നെ ആയിരിക്കാം നിങ്ങളെ പറ്റിയിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ഇത് പ്രോബബ്ലി നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം, കാരണം ഇത് നിങ്ങൾക്ക് അവെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ഫീമെയിൽ ഫ്രണ്ട്സ്, ഓർ നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഒരു ഫീമെയിൽ ആയിരിക്കാം, നിങ്ങളുടെ കൂടെ ഒരു സൗഹൃദത്തിൽ നിന്നിട്ടുള്ളതോ, നിങ്ങൾ കൂടെ ഒരുമിച്ച് നിന്നിട്ടുള്ളതോ, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതോ, ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതോ, ഓർ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലൊക്കെ നിന്നിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, സോ പ്രോബബ്ലി അവരുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ടാറ്റു അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അവരുടെ ഡ്രസ്സിങ്ങിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു ഇവന്റ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിരിക്കാം. ഓക്കെ, ആ ഒരു സമയത്ത് അവര് ധരിക്കുന്ന വസ്ത്രങ്ങള്, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഇത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, കാരണം എന്തോ ഒരു ഇവന്റിൽ നിങ്ങൾ ഭാഗമാകുന്നുണ്ട്. സോ നിങ്ങളുടെ കൂടെ ഭാഗമായിട്ടുള്ള ഈ വ്യക്തി വളരെ എക്സൈറ്റഡ് ആണ്, കാരണം നിങ്ങളെ മീറ്റ് ചെയ്യാണ്, നിങ്ങളുടെ കൂടെ അത്ര ഒരു സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ഈ വ്യക്തി കണക്ട് ചെയ്യാണ്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ കുട്ടിക്കാലത്തെ സൗഹൃദങ്ങളാണ്, ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, പഴയ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. സോ എന്തെങ്കിലുമൊക്കെ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ സ്കൂൾ ഫ്രണ്ട്, കോളേജ് ഫ്രണ്ട്, ഓർ പഴയ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു ടൈമിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും, ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടുള്ള, നിങ്ങൾ മൊത്ത് ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് ചില ആളുകൾക്ക്. ഈ വ്യക്തിയുമായിട്ട് പ്രോബബ്ലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കണം പാസ്റ്റില്, പക്ഷെ അത് ചിലത് നിങ്ങളത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് ഹീലായി പോയിട്ടുണ്ടായിരിക്കണം. അവരെയായിരിക്കാം നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സോ വഴക്കോ നിങ്ങൾക്കിടയിൽ നിങ്ങളായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി വേണ്ട, സംസാരിക്കേണ്ട, ഇനി കാണണ്ട എന്നുള്ള ഒരു ബൗണ്ടറി, എന്തൊരു ഈഗോ എന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് അവരെടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ആ ഒരു വഴക്ക് കോംപ്രമൈസ് ആക്കാൻ ചില ആളുകൾ നിങ്ങളുടെ കൂടെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാൻ, സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്, ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് പ്രോബബ്ലി നിങ്ങളുടെ എക്സ് ആയിരിക്കാം. ചില ആളുകൾക്ക് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ സൗഹൃദങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും അതും എഗെയിൻ അതിനും ഒരു തീരുമാനമാവാൻ, അല്ലെങ്കിൽ അതിന്റെയും ഒരു ഇപ്പൊ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി വരുന്ന ഒരു ഇവന്റ്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ വ്യക്തി നിങ്ങളെ കൂടെ നോക്കുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി ലൈക്ക് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ഫീമെയിൽ തന്നെ ആയിരിക്കാം. ഓക്കെ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ഏജ് ആയിട്ടുള്ള ആളായിരിക്കാം നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെ കാണാൻ എസ്പെഷ്യലി ഫീമെയിൽ. ഓക്കെ, ഇതൊരു ഫീമെയിൽ ആണ്, അല്ലെങ്കിൽ ഫെമിനിൻ എനർജിയാണ്. ഓൾറൈറ്റ്, നിങ്ങളെ കാണാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം, കുറച്ച് ഈഗോ ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ഈ വ്യക്തി, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക. പക്ഷെ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ കാര്യം ഈ വ്യക്തിയുടെ കൂടെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ വ്യക്തി ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ,
ഓർ നിങ്ങൾ ഈവൻ അൺഎക്സ്പെക്ടഡ്ലി നിങ്ങൾ ഈ വ്യക്തിനെ കാണുന്ന സമയത്ത് ഈ വ്യക്തി വളരെ സന്തോഷത്തിലായിരിക്കാം. നിങ്ങളെ കാണുന്ന സമയത്തും അവർക്ക് സന്തോഷമാണ്, അവരുടെ ലൈഫിലും അവർ സന്തോഷമായിരിക്കാം. പാസ്റ്റിലെ പല കാര്യങ്ങളും അവർ കംപ്ലീറ്റ്ലി അത് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസോ വഴക്ക്, കാരണം ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വഴക്ക്, ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഇത് വീണ്ടും റീകണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ പ്രോബബ്ലി നിങ്ങളുടെ എക്സോ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ നിന്നിട്ടുള്ള വ്യക്തി തന്നെ ആയിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഒരു ബോണ്ടിങ്, ഒരു സ്പിരിച്വൽ ബോണ്ടിങ് ഒക്കെ തോന്നിയിട്ടുള്ള വ്യക്തിയാണ്, ഒരു സ്പിരിച്വൽ കണക്ഷൻ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്കറിയാം ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ആൻഡ് അവിടെയും അതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, നേരിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ടെലിപ്പതിക് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ടെലിപ്പതിക് ആയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു ടൈം വരെ. സ്റ്റിൽ ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ടെലിപ്പതിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, വഴക്ക്, ആർഗ്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ തോട്ട്സിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ ടെലിപ്പതിക്കലി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ഈഗോ ഉണ്ട്. ഓക്കെ, ഈഗോ ഉള്ള പേഴ്സൺ ആണ്. സോ അതായിരിക്കും പ്രോബബ്ലി അവര് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളടുത്ത് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ആണ്. ഓക്കെ, കാരണം നിങ്ങൾ സെയിം ജെൻഡർ ആയിരിക്കാം. സോ പ്രോബബ്ലി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സൗഹൃദം ഉള്ള ആളുകളായിരിക്കാം. അവർ ചില ആളുകൾക്ക് ഇത് മെയിലാണ്, നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ആരാണ് നിങ്ങളെ ഈ ഒരു സമയം ചിന്തിക്കുന്നത്? ഓക്കെ, സോ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ കോൺസ്റ്റന്റ്ലി ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, കാരണം നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു ചില കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ പാസ്റ്റിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ പ്രോബബ്ലി ആ വ്യക്തി തന്നെയാണ് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ സംസാരിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, ഇത് മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ, കാരണം നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സൈക്കിക്കലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഇവ നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, സോ അതുപോലത്തെ ഒരു ബോണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഡെഫിനറ്റ്ലി എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിക്കാന്ന് മാത്രം എന്നുള്ളതല്ല, പ്ലാൻ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ കണക്ട് ചെയ്യാൻ, നിങ്ങളെ കാണാൻ, സ്പെഷ്യലി നിങ്ങളെ കാണാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, ഈ വ്യക്തി ഫിസിക്കലി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നിയിട്ടുള്ള, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇടയ്ക്കൊക്കെ ക്ലാഷസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു വ്യക്തി തന്നെയാണ്. ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണ് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. നിങ്ങളുടെ സെയിം പ്ലേസിലുള്ള ആളുകളായിരിക്കാം, ഈ നാട്ടിലോ അല്ലെങ്കിൽ ഒരു സ്കൂൾ, കോളേജ്, അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് സോഷ്യൽ മീഡിയാസിലായിരിക്കാം, ഓർ ഏതെങ്കിലും പ്ലേസിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ സമയത്ത് പ്രോബബ്ലി നിങ്ങൾക്കിടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ബട്ട് വെരി സൂൺ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി ആരാന്നുള്ളത്. ഞാൻ പറയുന്ന സമയത്ത് പലതിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, കുറെ കാലത്തിന് ശേഷം നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ചില ആളുകൾക്ക്. ഓക്കെ, അതാണ് നിങ്ങൾ എന്തോ ഒരു കാര്യം ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ ഒരു പ്ലാനിൽ ഈ വ്യക്തി ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഓൾറൈറ്റ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.